നമസ്കാരം, ഞാൻ അനൂപ് ശാന്തി നിങ്ങളോട് പറയുന്നത് ചിങ്ങം കൂറുകാരെക്കുറിച്ചാണ്. മകം, പൂരം, ഉത്രം, ആദ്യ കാൽഭാഗം ഈ നക്ഷത്രക്കാരെക്കുറിച്ചാണ്. അപ്പോൾ ഈ നക്ഷത്രത്തിനെ ആസ്പദമാക്കിയാണ് പറയുന്നത്. ലഗ്നത്തിന് ബലമുള്ളവരുടെ ഫലത്തിൽ വ്യത്യാസം ഉണ്ടാവാം. അപ്പം മകം, പൂരം, ഉത്രം, ആദ്യ കാൽഭാഗം നക്ഷത്രക്കാർക്ക് 12 വ്യാഴം നിൽക്കുന്നത് കാരണം അനാവശ്യമായ ചിലവുകൾ, അതേണക്ക് തന്നെ യാത്രാക്ലേശങ്ങൾ, ഒത്തിരിയായിട്ട് യാത്ര ചെയ്യുക, അത് കണക്ക് തന്നെ വഴക്ക് പോലുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും കേസോ എന്തെങ്കിലുമൊക്കെ ബന്ധപ്പെട്ട് വരിക, അതേ കണക്ക് തന്നെ മനക്ലേശങ്ങൾ, മനസ്സ് സംബന്ധമാണ്, മനസ്സിനൊരു സ്വസ്ഥതക്കുറവ് കൂടുതലായിട്ട് അനുഭവപ്പെടുക, ഇതൊക്കെ ഇപ്പം ചിങ്ങലഗ്നക്കാർക്ക് ഉണ്ട്. അതിനൊക്കെ തന്നെ ശനി അഷ്ടമത്തിൽ നിൽക്കുന്നത് ചിങ്ങക്കൂറുകാർക്ക് അത്ര നല്ലതല്ല. അപ്പം ബന്ധു സംബന്ധമായിട്ടൊക്കെ ചില ക്ലേശങ്ങളൊക്കെ, ബന്ധുക്കളെ നിമിത്തം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം, ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. അതിനൊക്കെ തന്നെ വയറ്റ്, നാഭി തമ്മിലുള്ള വേദനകളോ അങ്ങനെ അസുഖങ്ങളോ ഒക്കെ ഉണ്ടാവാനുള്ള വഴിയും കൂടുതലുണ്ട്. രാത്രി യാത്രകൾ പൊതുവെ ഒഴിവാക്കുന്നതും നല്ലതാണ്. പിന്നെ രാശി അധിപനായ സൂര്യൻ 3-ാം ഭാവത്തിൽ നിൽക്കുന്നത് ഇപ്പം നീചസ്ഥിതിയാണ്. തുലാമാസം ആയതുകൊണ്ട് നീചസ്ഥിതിയാണ്. അതിന് പൊതുവേ ബലക്കുറവുണ്ട്. സൂര്യൻ 3-ൽ നിൽക്കുന്നത് നല്ലതാണ്. പക്ഷേ ചിങ്ങം കൂറുകാർക്ക് ഇപ്പോൾ 3-ാം ഭാവത്തിൽ നീചത്തിൽ നിൽക്കുന്നതുകൊണ്ട് അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകൾ നക്ഷത്രക്കാർ നേരിടേണ്ടി വരും. ഒരു അലച്ചിൽ പോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ വൃശ്ചിക മാസം തുടങ്ങുമ്പോഴത്തേക്കും 4-ാം ഭാവത്തിലോട്ട് സൂര്യൻ്റെ മാറ്റം ഇവരെ അനുകൂലമായിട്ട് ബാധിക്കും. സൂര്യൻ്റെ ഒരു ബലം ഈ രാശിക്കാർക്ക് കൂടുതലായിട്ട് കിട്ടും. അതിലിപ്പം ഫലത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടായി തുടങ്ങും. പിന്നെ അതുകൊണ്ടൊക്കെ തന്നെ ചൊവ്വ 4-ാം ഭാവത്തിലുണ്ട്. അപ്പം പനി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഒക്കെ ഉണ്ടാവാനുള്ള വഴി കൂടുതലുണ്ട്. അതിനൊക്കെ തന്നെ വയറ്റ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ല. ശുക്രൻ 3-ാം ഭാവത്തിൽ നിൽക്കുന്നത് സ്വക്ഷേത്രത്തിലാണ്. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള മാറ്റം വൃശ്ചിക മാസം ഒക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പ്രതീക്ഷിക്കാം. എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ നിരന്തരമായിട്ടുള്ള ക്ഷേത്ര ദർശനം ചെയ്യുക. പറ്റുന്നൊരു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക. മഹാദേവൻ്റെ ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി ഒക്കെ വഴിപാടുകൾ നടത്തുക. ധാര പോലുള്ള വഴിപാടുകൾ, ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ വഴിപാടുകൾ ഒക്കെ പറ്റുന്ന അവരവരുടെ കഴിവിനനുസരിച്ചുള്ള വഴിപാടുകൾ നടത്തുക. ഇതിനൊന്നും സാധിക്കുന്നില്ലെങ്കിലും ക്ഷേത്ര ദർശനം നടത്തുക എന്നതാണ് എൻ്റെ. നല്ലോണം പ്രാർത്ഥിക്കുക. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.